ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാം തുറന്നിരിക്കുന്നു. 13 സ്പിൽവേ ഷട്ടറുകളാണ് തുറന്നത്. 10 സെന്റിമീറ്റർ വീതമാണ് ഷട്ടർ തുറന്നത്. സെക്കൻഡിൽ 250 ക്യൂസെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ ഒടുവിൽ ഷട്ടർ തുറന്നിരിക്കുകയാണ്. വെള്ളം ഒഴുക്കിവിടുന്നത് ചെറിയ തോതിലാണ്. 250 ക്യൂസെക്സ് വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. എങ്ങനെയാണ് സമീപവാസികൾക്ക് ഒക്കെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്? എന്താണ് അവിടെ കാണാനാകുന്നത്? രാവിലെ 11:35 കൂടിയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ 13 സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത്. 10 സെന്റിമീറ്റർ വീതം ഉയർത്തിക്കൊണ്ട് 250 ഘനയടി വെള്ളമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പെരിയാറിലൂടെ പുറത്തേക്ക് ഒഴുക്കുന്നത്. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്തും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വള്ളക്കടവ് ഉൾപ്പെടെയുള്ള മേഖലകളിലും മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് പെരിയാറിലേക്ക് കാര്യമായിട്ടുള്ള നീരൊഴുക്കില്ല. അതിനാൽ തന്നെ ഈ ഷട്ടറുകൾ ഉയർത്തിയെങ്കിലും കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഇന്ന് രാവിലെ എങ്ങനെയായിരുന്നോ അതേ ജലനിരപ്പ് തന്നെയാണ് ഇപ്പോഴും പെരിയാറിലുള്ളത്. വരും മണിക്കൂറുകളിലും മഴ ശക്തമായില്ലെങ്കിൽ ഇതേപടി തുടരുകയാണെങ്കിൽ ഈ ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ആളുകൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്കോ നിലവിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഈ ഡാം തുറന്ന ശേഷം ഇനി എങ്ങനെയാണ് ജലനിരപ്പ് എന്നതാണ് ഇനി അറിയേണ്ടത്. രാവിലെ 10 മണിക്ക് പുറത്തുവിട്ട കണക്ക് പ്രകാരം, അതായത് ഡാം തുറക്കുന്നതിന് മുമ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം 136.25 അടിയാണ് ഈ ജലനിരപ്പ്. ഇപ്പോൾ 3 മണിക്കൂർ പിന്നിടുകയാണ് ഡാം തുറന്ന ശേഷം. അതുകൊണ്ട് ജലനിരപ്പ് ക്രമീകരിക്കാനായിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ വള്ളക്കടവിലാണ് ഈ ഡാം തുറന്ന ശേഷം ആദ്യം വെള്ളം എത്തിയത്. അതിനുശേഷം വണ്ടിപ്പെരിയാർ, ചപ്പാത്ത്, ഉപ്പുതറ, അതിനുശേഷമായിരിക്കും ഈ വെള്ളം ഒഴുകി നേരെ ഇടുക്കി ഡാമിലേക്ക് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നോക്കുകയാണെങ്കിൽ 2362.82 അടിയാണ് ഇടുക്കിയിലെ ജലനിരപ്പ്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഉടൻ തന്നെ മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ താഴ്ത്താൻ തന്നെയാണ് സാധ്യത. ശരി, ഇടുക്കിയിൽ നിന്നും രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.